അപ്പൊ ഇനി നമുക്ക് നേരെ വടക്കൻ ജില്ലകളിലെ വാർത്തകൾ കേൾക്കാൻ പോകണം. അഭിജിത്താണ് ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി. ഗുഡ് മോർണിംഗ്. ഇന്ന് റിപ്പോർട്ടറിന് വളരെ സ്പെഷ്യലായ ഒരു ദിനമാണ് എന്ന് തോന്നുന്നു. സന്തോഷം റോഷ്നി. ഞാനിപ്പോൾ ഇവിടേക്ക് റിപ്പോർട്ടിലേക്ക് വന്നിട്ട് ഏതാണ്ട് ഒരു മാസത്തോടടുപ്പിച്ചേ ആകുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ പിറന്നാളാണ് റിപ്പോർട്ടറിൻ്റെ ഒപ്പമുള്ള. അപ്പോൾ ആഘോഷങ്ങൾ കോഴിക്കോട് റീജിയനിലുമുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിന് വലിയ സന്തോഷം. നമുക്കൊന്നിച്ച് റിപ്പോർട്ടറിൻ്റെ ഈ ഒരു പിറന്നാൾ ആഘോഷിക്കാം. തീർച്ചയായും നമുക്ക് പ്രേക്ഷകരെയും ഒപ്പം കൂട്ടാം. ഒപ്പം കൂട്ടിക്കഴിഞ്ഞു നമ്മൾ. അപ്പോൾ മഴയെക്കുറിച്ച് ആദ്യം പറയാല്ലേ, കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ കോഴിക്കോട് മഴ ശക്തമാണോ? എവിടെയെങ്കിലും വെള്ളക്കെട്ടൊക്കെ ഉണ്ടോ? ഈ മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുകൂടി നമുക്ക് പറഞ്ഞു പോകാം. റോഷ്നി, ഇന്നലെയൊന്നും കാര്യമായിട്ട് കോഴിക്കോടൊന്നും മഴ പെയ്തിട്ടില്ല. മലയോര മേഖലയിലാണെങ്കിലും നഗരമേഖലയിലാണെങ്കിലും അങ്ങനെ കാര്യമായി മഴ പെയ്തിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിശക്തമായ കാറ്റും വീശിയടിക്കുന്നുണ്ട്. വെള്ളക്കെട്ടുകൾ നിലവിലെവിടെയുമില്ല റോഷ്നി. പക്ഷേ ഒരു മണിക്കൂറൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകും. അത് നിത്യകാഴ്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. SM സ്ട്രീറ്റിൻ്റെ സമീപത്തും സ്റ്റേഡിയം ജംഗ്ഷനിലുമൊക്കെ അല്പസമയം മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ടുണ്ടാകും. മലയോര മേഖലകളിലാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ മേഖലകളിലാണ് വെള്ളക്കെട്ട് ഉണ്ടാവാറുള്ളത്. നിലവിലേതായാലും വെള്ളക്കെട്ടൊന്നും വന്നിട്ടില്ല. ആ രീതിയിലുള്ള മറ്റ് കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നിലവിലിപ്പോൾ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട് റോഷ്നി. ഓക്കെ, ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടല്ലോ അല്ലേ ഇന്ന്? മലപ്പുറം KSU കളക്ട്രേറ്റ് മാർച്ച് ഇന്നാണ്. ജില്ലയിലെ +1 സീറ്റ് പ്രതിസന്ധിക്കെതിരെയാണ് KSU മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. 10 മണിക്ക് ആര്യാടൻ ഷൗക്കത്ത് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ പുതിയ MLA ആണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. അതെ. ഈ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് KSU വലിയ പ്രതിഷേധത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നതാണ്. ഇന്നലെ കോഴിക്കോട് ജില്ലയിലായിരുന്നു പ്രതിഷേധം. അതിൻ്റെ ഭാഗമായി RDD ഓഫീസിലേക്കൊക്കെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും മുഴുവൻ A+ ലഭിച്ചിട്ടും ഈ +1 സീറ്റ് ലഭിക്കാത്ത ഒരു കുട്ടിയുമായി എത്തിയായിരുന്നു ഇവരുടെ പ്രതിഷേധം. നിലവിലിപ്പോൾ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് പ്രധാനമായും ഈ +1 സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത്. 1000-ലധികം വിദ്യാർത്ഥികൾ ഈ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞിട്ടും പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് KSUവിൻ്റെ ആരോപണം. അതിലേറ്റവും വലിയ പ്രതിസന്ധി അനുഭവപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ കൂടിയാണ്. ഏതാണ്ട് 4000-അടുപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് പുറത്തു നിൽക്കേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ KSUവിൻ്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. കലക്ടറേറ്റിലേക്ക് നടക്കുന്ന പ്രതിഷേധം ആര്യാടൻ ഷൗക്കത്ത് MLA ആണ് ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ് റോഷ്നി. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. നിരവധി കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ട സാഹചര്യമൊക്കെ കണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം അത്ര ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ കൂടി ചില കുട്ടികൾക്കെങ്കിലും ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല കുട്ടികളെയും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിരുന്നു. മികച്ച മാർക്ക് നേടിയിട്ടും അവർക്ക് അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഇതിനൊരു പരിഹാരം കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മാർജിനൽ സീറ്റ് വർധനവല്ലാതെ പുതിയ ബാച്ച് അനുവദിക്കണം എന്നുള്ളതൊക്കെയാണ് KSUവിൻ്റെ ആവശ്യം. സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അവരും പ്രതീക്ഷിക്കുന്നത്. റോഷ്നി, ഈ കണ്ണൂരിൽ ഇന്ന് സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായ മേഖലാതല അവലോകനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് അവലോകന യോഗം. 4 ജില്ലകളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തും അല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇന്ന് കണ്ണൂർ ജില്ലയിലുണ്ട്. ഇവിടെ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലാണ് അവലോകന യോഗം നടക്കുക. സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ അവസാന വർഷമാണ്. അപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുക, അതിന് കൃത്യമായ രീതിയിൽ അത് അവലോകനം ചെയ്യുക, കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കും. മന്ത്രിമാരൊക്കെ ഈ യോഗത്തിൻ്റെ ഭാഗമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം DGP ആയി ചുമതലയേൽക്കുന്ന റവാഡ ചന്ദ്രശേഖരൻ്റെ ആദ്യ ഔദ്യോഗിക പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ളതാണ്. കണ്ണൂരിലേക്ക് അദ്ദേഹം ഇന്ന് എത്തുമെന്നും മനസ്സിലാക്കുന്നു. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. റോഷ്നി, ഓക്കെ, അഭിജിത്താണ് ഇത്രയധികം വാർത്തകൾ വിശദീകരിച്ചത്. ശരി അഭിജിത്ത്, നമുക്ക് വീണ്ടും കൂടുതൽ വാർത്തകളുമായി കാണാം.